ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 34 മുതൽ 11-ാം അധ്യായം 1 വരെയുള്ള വാക്യങ്ങളാണ്. സുവിശേഷത്തിൽ യേശുനാഥൻ ശിഷ്യന്മാരോട് സംസാരിക്കുന്നത് സമാധാനമല്ല, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ ആരംഭം മുതൽ യേശുനാഥൻ 12 അപ്പോസ്തലന്മാരെ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുകയാണ്. അവർ പല സ്ഥലങ്ങളിലേക്ക് ക്രിസ്തുവിൻ്റെ വചനവുമായി പോവുകയാണ്. അങ്ങനെ പോകുന്നവർക്ക് യേശുനാഥൻ ചില നിർദ്ദേശങ്ങൾ നൽകി വിടുന്നുണ്ട്. നിങ്ങൾ അനുഭവിക്കാനിരിക്കുന്ന ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഒപ്പം ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ചും അവരെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ ദൈവം കരുതും, നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്തിൽ യേശുനാഥൻ പറയുകയാണ്, നിങ്ങൾ കരുതുന്നത് പോലെ ഞാൻ സമാധാനവുമായി വന്നവനല്ല. മിശിഹ സമാധാനത്തിൻ്റെ പുത്രൻ എന്നാണ് ഇസ്രായേൽ വിശ്വസിച്ചിരുന്നത്. എന്നാൽ അങ്ങനെയല്ല, ഞാൻ വാളുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് യേശുനാഥൻ അവരെ ഒരു ഓർമ്മപ്പെടുത്തൽ നൽകുകയാണ്. എന്താണ് ഈ വാള്? യേശുനാഥൻ്റെ വാൾ എന്ന് പറയുന്നത് അത് ഭിന്നതയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഭിന്നത ഉണ്ടാകുമെന്നാണ് യേശുനാഥൻ പറയുന്നത്. അത് കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ, അവനെ സ്വീകരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഒരു ഭിന്നത ഉണ്ടാകും എന്ന് യേശുനാഥൻ പറയുന്നുണ്ട്. ഇത് ഈ ഗ്രീക്ക് പദം വാളിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് തന്നെ ഭിന്നത, സത്യത്തെ കീറി മുറിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ എന്താണ് യേശുനാഥൻ ഉദ്ദേശിക്കുന്നത്? അതായത് ഈ മത്തായി ഈ സുവിശേഷം എഴുതുമ്പോൾ തന്നെ അവിടെ നടന്ന കാര്യങ്ങളാണ് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത്. ഒരു കുടുംബത്തിലെ ഒരാളായിരിക്കും യേശുനാഥനെ സ്വീകരിക്കുന്നത്. ഈ സ്വീകരണം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിൽ വിചാരിക്കുന്നത് പോലെ യേശുനാഥനിലുള്ള വിശ്വാസം മാത്രമല്ലത്. അതായത് യേശുനാഥൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രമല്ല, അന്നുവരെ ഉണ്ടായിരുന്ന യഹൂദരുടെ ദൈവസങ്കല്പവും അല്ലെങ്കിൽ യഹൂദർ ചെയ്യേണ്ട നന്മകളും ക്രൈസ്തവരുടെ നന്മകളും ഒക്കെ ഏറെക്കുറെ ഒരുപോലെ ആയിരുന്നു. അതായത് ക്രൈസ്തവർ യഹൂദരോടൊപ്പം ഒക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എവിടെയാണ് പ്രശ്നം വരുന്നത്? പ്രശ്നം വരുന്നത് ക്രിസ്തുവിനെ ദൈവമായി പ്രഖ്യാപിക്കുമ്പോഴാണ്. ഒരിക്കലും യഹൂദർക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു സത്യമാണത്. യഥാർത്ഥ യഹൂദ വിശ്വാസിയായ ഒരു മനുഷ്യൻ ദൈവത്തിൽ, പിതാവായ ദൈവത്തിൽ മാത്രം വിശ്വസിക്കുകയും അവൻ്റെ പുത്രനിലോ പരിശുദ്ധാത്മാവിലോ വിശ്വസിക്കാൻ കൂട്ടാക്കാതിരിക്കുകയും ചെയ്തവരായിരുന്നു. അപ്പോൾ ഇവിടെയാണ് പ്രശ്നം വരുന്നത്. അവർ ജീവിച്ചിരുന്ന ജീവിതചര്യ മാത്രമല്ല, ക്രൈസ്തവനാവുക എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ സ്നേഹിക്കുക, കൂടുതൽ സഹിക്കുക എന്നൊക്കെ അർത്ഥമുണ്ടെങ്കിലും ക്രിസ്തുവിനെ ദൈവമായി പ്രഖ്യാപിക്കുന്നിടത്താണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിനെ ദൈവമായി പ്രഖ്യാപിക്കുമ്പോൾ കുടുംബത്തിൽ ആരാണോ അങ്ങനെ പ്രഖ്യാപിക്കുന്നത് അവരെ ഇവർ തള്ളിക്കളയുകയും കൊല്ലാൻ വരെ മടിക്കാതിരിക്കുകയും ചെയ്തവരായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ പീഡനങ്ങളൊക്കെ ഉണ്ടായത്? ക്രിസ്തുവിനെ ദൈവമായി സ്വീകരിക്കുന്നത് വഴിയാണ്. അങ്ങനെ മരണത്തോളവും താൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന കുടുംബത്തെ പോലും ഉപേക്ഷിക്കേണ്ടതായി വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്തിരുന്നു ഈ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ. അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർ ക്രിസ്തുവിന് വേണ്ടി കുടുംബത്തെ തന്നെ ഉപേക്ഷിച്ചു. ഏറ്റവും പ്രിയപ്പെട്ടവരെ അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു, മക്കൾ ഉപേക്ഷിക്കേണ്ടി വന്നു, ജീവിത പങ്കാളി ഉപേക്ഷിച്ചു. പക്ഷേ അവരിവരെ എല്ലാം ഉപേക്ഷിച്ചത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതിയാണ്. ഇവർ ഉപേക്ഷിച്ചു എന്ന് കരുതുമ്പോൾ ഈ മനുഷ്യർ, ക്രിസ്തുവിനെ സ്വീകരിച്ച മനുഷ്യർ തൻ്റെ പ്രിയപ്പെട്ടവർ ഉപേക്ഷിച്ചു എന്നല്ല, ആ പ്രിയപ്പെട്ടവരാണ് ഇവരെ തള്ളിക്കളഞ്ഞത്. ക്രിസ്തു പഠിപ്പിച്ചത് സ്നേഹിക്കാനും ചേർത്ത് നിർത്താനുമാണ്. പക്ഷേ ഇവരെ ചേർത്ത് നിർത്താൻ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ്, അവരെ ഒറ്റപ്പെടുത്തി എന്നാണ്. പക്ഷേ അവരൊറ്റയ്ക്കായിരുന്നില്ല, ക്രിസ്തുവായിരുന്നു അവർക്ക് കൂട്ട്. ക്രിസ്തുവിനോടുള്ള സ്നേഹമായിരുന്നു അവരെ ഈ വലിയ ധീരകൃത്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചിരുന്നത്. ഈ വചനം നമ്മളോട് പറയുന്നു അങ്ങനെയാണ്. ഞാൻ ക്രിസ്തുവിനെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ ചില സമയങ്ങളിൽ എൻ്റെ ചുറ്റുമുള്ള മനുഷ്യരിൽ നിന്ന് ഞാൻ എതിർപ്പുകൾ നേരിടേണ്ടി വരും. പക്ഷേ ആ എതിർപ്പുകളെക്കാൾ ഉപരി ക്രിസ്തുവിനെ കൂടുതൽ സ്നേഹിക്കാൻ ഞാൻ മനസ്സാകണമെന്ന് വചനം എന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് യേശുനാഥൻ പറയുന്നത്, എല്ലാവരെക്കാളും ഉപരിയായി എന്നെ സ്നേഹിക്കാതെ ഒരുവന് എൻ്റെ അടുക്കിലേക്ക് എത്താൻ സാധിക്കുകയില്ലെന്നാണ്. അപ്പോൾ ഈ വചനം എന്നെ ഓർമ്മപ്പെടുത്തുന്നത് തന്നെയാണ്. അപ്പോസ്തലന്മാരുടെ കാലത്തെ ആ സ്നേഹ തീവ്രത ക്രിസ്തുവിനോടുണ്ടാവാൻ. ക്രിസ്തുവിനോടുള്ള സ്നേഹ തീവ്രത എന്ന് പറയുന്നത് മറ്റുള്ള മനുഷ്യരെ വെറുക്കണമെന്നോ ഉപേക്ഷിക്കണമെന്നോ അല്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കണമെന്ന് തന്നെയാണ്. പക്ഷേ ചില വെറുപ്പിനും ചില ഒറ്റപ്പെടുത്തലുകൾക്കും നമ്മൾ കാരണക്കാരായി മാറാം, നമ്മളെ മറ്റുള്ളവരെ ഒറ്റപ്പെടുത്താം. ആ സമയത്തും ക്രിസ്തുവിനെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് വചനം എന്നെ ഓർമ്മിപ്പിക്കുന്നത്. ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ ക്രിസ്തുവിനെ മുറുകെ പിടിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.